ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഇന്ന് നമ്മുടെ മുല്ലപ്പൂവിൽ നിന്ന് തന്നെയാണ് കേട്ടോ ആരംഭം. എന്ത് രസമല്ലേ ഇവനെയൊക്കെ കാണാൻ. പിന്നെ ഇതിൻ്റെ മണോ പറയണ്ടല്ലോ, കൊതിയാവും പണ്ടത്തെ പോലെ തന്നെ എടുക്കാൻ. ഇപ്രാവശ്യം നമ്മുടെ മുല്ലച്ചെടിയിൽ കുറേയധികം മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റോസയൊക്കെ കാണാൻ എനിക്ക് പ്രത്യേക. പിന്നെ ഇവനെ കാണാനും നല്ല രസമാണല്ലോ, പറയണ്ടല്ലോ, വൈറ്റ് കളറല്ലേ. പിന്നെ ഇതാ ഇവനിൽ കുറേ മുട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മഞ്ഞപ്പൂ എന്ത് രസമാണ് കാണാനും ക്യൂട്ട്. നമ്മുടെ റോസാപ്പൂവിൻ്റെ കാര്യം പിന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമായിട്ട് വെച്ച നമ്മുടെ കുഞ്ഞ് പോട്ടിലെ ചെടികൾ, പിന്നെ നമ്മുടെ ലക്കി ബാമ്പു, മുല്ല, പിന്നി. പണ്ടുണ്ടല്ലോ നമ്മുടെ ഇവിടെ കുറേ മുല്ലപ്പൂ ഉള്ളായിരുന്നപ്പോൾ ഞാൻ എല്ലാ മുല്ലപ്പൂ ഒരു ദിവസം പറിച്ചങ്ങെടുത്തിട്ട് മാല ഉണ്ടാക്കി തലയിൽ വെക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ തല വെക്കുകയല്ല, ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചാലും ഞാൻ കൊടുക്കില്ല, ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കും. പിന്നെ ഞാൻ പണ്ട് തലയിൽ വെച്ച പൂവ് നമ്മുടെ ചെടിയുടെ ചോട്ടി ഇടുമായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെയിലാണ്. പിന്നെ നമ്മുടെ ഉള്ളിച്ചെടി ഇവനെ ഇപ്പം പിന്നെ നമ്മുടെ ടട്ടിൽ വൈൻ, ഇതെന്തായാലും നല്ല രസമുണ്ടല്ലോ ഇന്ന് കാണാൻ. ടട്ടിൽ വൈനും ലക്കി ബാമ്പും എല്ലാം നല്ല രീതിയിൽ വളർന്നു കിട്ടിയിട്ടുണ്ട്. അതിന് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ടട്ടിൽ വൈൻ ഏറ്റവും നല്ല രീതിയിൽ പച്ച കളറ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫുൾ ഗാർഡന് സ്ലോ മോഷൻ മൂഡിലിട്ടൊന്ന് കാണിച്ചാണ് കേട്ടോ. സോ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടട്ടിൽ വൈനാണ് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇറച്ചി വയ്ക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെന്താ നോക്കിയിരിക്കുന്നത്? നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടാക്കിക്കൂടെ? വളരെ സിമ്പിളായിട്ടുള്ള പണിയല്ലേ. പിന്നെ നമ്മുടെ ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. എങ്കിൽ എല്ലാവർക്കും ടാറ്റാ ബൈ. ലൈക്കും ചെയ്ത് സബ് ചെയ്യാൻ മറക്കല്ലേ. ലവ് യു ആൻഡ് ബൈ.